ഹലോ വെൽക്കം ടു ബാക്ക് ഫോർ ലേണിംഗ്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രേസൽ വേർബ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാ കോൺവേഴ്സേഷൻസിലും സിറ്റുവേഷൻസിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഫ്രേസൽ വേർബ്സിനെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് അറിയുണ്ടാവും അല്ലേ എന്താണ് ഫ്രേസൽ വേർബ്സ് എന്ന്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു പോവാം. എന്താണ് വേർബ് എന്ന് അറിയുണ്ടാവുമല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് വേർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രേസൽ വേർബ്സിനും ഇതേ അർത്ഥം തന്നെയാണ്. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഫ്രേസൽ വേർബും യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വേർബും ഫ്രേസൽ വേർബും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വേർബ് ആവുമ്പോൾ അവിടെ ഒറ്റ വാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഗോ അല്ലെങ്കിൽ കം, ഇവിടെ ഒക്കെ ഒരൊറ്റ വാക്ക് മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഫ്രേസൽ വേർബ് ആവുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ഒരു വേർബ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ വേറെ വാക്കുകളും ഉണ്ടായിരിക്കും. ഒന്നോ ഒന്നിലധികമോ വാക്കുകൾ ഉണ്ടായിരിക്കും. ഈ ആഡ് ചെയ്യുന്ന വാക്കുകൾ ചിലപ്പോൾ ആഡ്വേർബ്സ് ആയിരിക്കാം, പ്രപ്പോസിഷൻസ് ആയിരിക്കാം, എന്തും ആവാം. ഇനി നമുക്ക് വേർബിനും ഫ്രേസൽ വേർബിനും ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? പുട്ട് എന്ന് പറയൂ അല്ലേ? അതൊരു വേർബല്ലേ. ഇനി ഈ ഒരു വേർബിൻ്റെ കൂടെ ഞാൻ വേറൊരു വാക്ക് കൂടിയും ചേർക്കുകയാണ്. ഓൺ എന്ന് ചേർത്തു. അപ്പോൾ നമുക്ക് പുട്ട് ഓൺ എന്ന് കിട്ടിയില്ലേ? ഈ പുട്ട് ഓൺ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് പുട്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു വേർബായി, പുട്ട് ഓൺ എന്ന് പറഞ്ഞപ്പോൾ അത് ഫ്രേസൽ വേർബായി. അപ്പോൾ ഈ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും വസ്ത്രം ധരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ പുട്ട് ഓൺ എന്ന് പറയുക. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. അവൾ അവളുടെ പുതിയ ഡ്രസ്സ് ധരിച്ചു. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? അതും ഫ്രേസൽ വേർബ് യൂസ് ചെയ്തിട്ട് ഷീ പുട്ട് ഓൺ ഹർ ന്യൂ ഡ്രസ്, അങ്ങനെ പറയാലോ. അപ്പോൾ പുട്ട് എന്ന് പറയുമ്പോൾ വെക്കുക എന്നുള്ളത്, അതിൻ്റെ കൂടെ വേറൊരു വാക്ക് കൂടിയും ചേർത്തപ്പോൾ പുട്ട് ഓൺ എന്നാക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ധരിക്കുക എന്നുള്ളതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടി. ഈ പുട്ട് എന്ന വാക്കിൻ്റെ കൂടെ ഞാൻ വേറൊരു വേർഡ് ചേർക്കുകയാണ്, ഔട്ട്. അപ്പോൾ നമുക്ക് പുട്ട് ഔട്ട് എന്ന് കിട്ടിയില്ലേ? ഇതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മൾ ഈ തീ അണയ്ക്കുക, കെടുത്തുക എന്നൊക്കെ പറയില്ലേ, അതിന് നമുക്ക് പുട്ട് ഔട്ട് എന്ന് പറയാം. ഇനി ഇംഗ്ലീഷിൽ ഈ തീ അണയ്ക്കുക എന്നുള്ളതിന് നമുക്ക് ടു സ്റ്റോപ്പ് ദ ഫയർ, ടു എക്സ്റ്റിങ്ക്വിഷ് ദ ഫയർ എന്നൊക്കെ പറയാം. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഈ ഫ്രേസൽ വേർബ് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി നാച്ചുറലായും സ്വാഭാവികമായിട്ടൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ഈ ഫ്രേസൽ വേർബ്സ് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പഠിച്ചാൽ മാത്രം പോരാ, നമുക്കിത് പ്രാക്ടീസ് ചെയ്യും വേണം, നമ്മൾ ഡെയിലി ലൈഫിൽ ഇത് യൂസ് ചെയ്യും വേണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രേസൽ വേർബ്സ് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടി നാച്ചുറലായും സ്വാഭാവികമായിട്ടും തോന്നും. നമുക്കാദ്യം ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫ്രേസൽ വേർബ്സിനെ പരിചയപ്പെടാം. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വിചാരിക്കുക, നമ്മൾ ഫോൺ ചെയ്യാണ്. അപ്പോൾ വേറൊരാൾ നമ്മുടെ അടുത്തേക്ക് സംസാരിക്കാൻ വന്നു, അല്ലെങ്കിൽ നമുക്ക് അയാളോട് എന്തെങ്കിലും പറയാനുണ്ട്. അപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമോ എന്ന് പറയില്ലേ? അത് നമുക്ക് ഫ്രേസൽ വേർബ്സ് വെച്ചിട്ട് പറയാം. എങ്ങനെ പറയാം? ടു ഹോൾഡ് ഓൺ എന്ന് പറയാം. ടു ഹോൾഡ് ഓൺ എന്ന് വെച്ചാൽ ടു വെയിറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് എങ്ങനെ പറയാം? പ്ലീസ് ഹോൾഡ് ഓൺ എ മിനിറ്റ്, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമോ, അങ്ങനെ പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയേ. ഇനി എന്തെങ്കിലും കാര്യം തുടർന്ന് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ടു കണ്ടിന്യൂ എന്ന് പറയാറുണ്ട് അല്ലേ? അതേ അർത്ഥം വരുന്ന ഒരു ഫ്രേസൽ വേർബ് ഉണ്ട്, ടു കീപ്പ് ഓൺ. നമുക്ക് പറയാം ടു കീപ്പ് ഓൺ ഡൂയിങ് സംതിങ് എന്ന് പറയാം. അതിൻ്റെ അർത്ഥം വരുന്നത് ടു കണ്ടിന്യൂ ഡൂയിങ് സംതിങ് എന്നാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ അവളോട് അവിടെ നിൽക്കാൻ പറഞ്ഞു, പക്ഷേ അവൾ നടത്തം തുടർന്നു. നമുക്ക് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? ഐ ടോൾഡ് ഹർ ടു വെയിറ്റ് ബട്ട് ഷീ കെപ്റ്റ് ഓൺ വാക്കിംഗ് എന്ന് പറഞ്ഞു. ഇവിടെ കീപ്പ് ഓൺ എന്നുള്ളത് ഞാൻ കെപ്റ്റ് ഓൺ എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? അത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് കേട്ടോ.